എടോ അസിസ്റ്റന്റ്, എടോ സിനിമയിൽ അഭിനയിക്കാൻ ആളെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തു. ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലേ? സമയം കളാതെ ഓരോരുത്തരെയായിട്ട് ഇങ്ങോട്ട് കടത്തിവിട്. അടുത്ത കയറ്റിവിടുന്ന ആളെ കണ്ടിരുന്നോ സാർ? ഒരു ഭാഗത്ത് നോക്കിയാൽ കറക്റ്റ് അമീർ ഖാൻ, ഒരു ഭാഗത്ത് നോക്കിയാൽ അമീർ ഖാൻ, മറുഭാഗത്ത് നോക്കിയാലേ കറക്റ്റ് സൽമാൻ ഖാൻ. ഒരു ഭാഗത്ത് അമീർ ഖാൻ, വേറൊരു ഭാഗത്ത് നോക്കുമ്പോ സൽമാൻ ഖാൻ. ഇവനെ ഈ ഭാഗത്ത് നിന്നല്ലാതെ നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ട്? നേരെ നോക്കുമ്പോഴേ ഒരു കാട്ടുമാക്കാനെ പോലെ. എന്നാലും കുഴപ്പമില്ല, അവസാനം ഒരു ഖാൻ വരുന്നുണ്ടല്ലോ. വരാൻ പറ. കടന്നല്ലേ എന്റെ അമ്മ പാണ്ടിലോറി പോലെ കടന്നല്ലടോ വയ്യ. അല്ല സാറ് സിനിമേന്റെ ആളല്ലേ? സിനിമേന്റെ ആളാണ് സാറ്. സിനിമേന്റെ ആരാണ്? ഞാനാണ് സിനിമയുടെ ഡയറക്ടർ. അയ്യോ, അല്ല ഇപ്പൊ മറ്റേ ആൾ എപ്പോഴാ വരിക? സംവിധായകൻ. എടാ സംവിധായകൻ തന്നെയാണ് ഡയറക്ടർ, രണ്ടും ഞാൻ തന്നെയാണ്. രണ്ടു സാറാണ്. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ എന്താ വന്നത്? ഞാൻ ഈ സിനിമയിൽ അനുഭവിക്കാൻ വേണ്ടി വന്നതാണ്. സിനിമയിൽ അനുഭവിക്കാനല്ല, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. വളരെ സംഗീത പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഞാൻ എടുക്കുന്നത്. താങ്കൾക്ക് സംഗീതവുമായി വല്ല ബന്ധവുമുണ്ടോ? സംഗീതമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. അവൾ അന്യത്തെ ചെറിയൊരു കൺസേൺ, ഇടയ്ക്ക് മിസ് കോൾ അടിക്കും. പെണ്ണുങ്ങളെ കാര്യമല്ല, ശാസ്ത്രീയ സംഗീതം. സാപ്പിന്റെ സംഗീതത്തിലാണ് എല്ലാ സംഭവം ഉണ്ടാവുക. ശാസ്ത്രീയ സംഗീതം അറിയാമോ? അങ്ങനെയാണെങ്കിൽ കല്യാണിയിൽ ഒരു രണ്ടുപേര് കീർത്തനം പാടും. കല്യാണി ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തല്ല താമസം, വേറെ വീട്ടിലെ താമസം. എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങളെ കാര്യം. കല്യാണി എന്ന് പറയുന്നത് ഒരു രാഗമാണ്. അതറിയില്ലെങ്കിൽ കാമ്പോജിയിലാവട്ടെ. കേബേജിനൊക്കെ ഇപ്പൊ എന്താ വില? പച്ചക്കറി മാർക്കറ്റിനാണോ? ആണോ? എന്തെങ്കിലും നിനക്ക് അറിയുന്ന രാഗത്തിൽ ഒരു രണ്ടുപേര് ശാസ്ത്രീയമായി കീർത്തനം പാടും. സാപ്രിയായിട്ടല്ലേ? പാടൂ. അടിപൊളിയാ, കേട്ടോളി. രാഗം ഇത് രാഗമല്ല, ഇതൊരു തരം രോഗമാണ്. സംഗീത ഉപകരണങ്ങൾ പരിചയമുണ്ടോ? അതിനെ കുറിച്ച് ചോദിക്കാം. താങ്കൾ തബല പഠിച്ചിട്ടുണ്ടോ? തവള പിടിക്കാറുണ്ടോ? തവള പിടുത്താണ് മെയിൻ. വയലിൻ. വയലിൻ തന്നെ പിടിക്കുക. തവളേനെ കിട്ടാറുണ്ടോ? കണ്ടമാനം കിട്ടാറുണ്ട്. എന്റെ പൊന്നു സുഹൃത്ത്, ഓർഗൻ. ഒയ്യോ, ഓർമ്മ ഉണ്ടോ? ഇത് കോർക്കാതിരിക്കുക. ഹാർമോണിയം. 6 മണിക്കാണ് പിടിക്കുക തവളേനെ. ഓർക്കസ്ട്ര ഓട്ടോറിക്ഷയിലല്ലേ കൊണ്ടുപോവുക. നാട്ടിലുള്ള തവളപിടുത്തക്കാരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്നാൽ ഇതല്ല, ഇതിലപ്പുറവും സംഭവിക്കും. സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നിസാര സംഭവമല്ല. ഇതിനു മുമ്പ് അഭിനയത്തിൽ വല്ല മുൻപരിചയം ഉണ്ടോ? എത്ര സിനിമയിൽ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമ? മമ്മൂട്ടിന്റെ കൂടെ ഉണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിന്റെ കൂടെ. അടിപൊളി. ഏത് സിനിമയിൽ അഭിനയിച്ചത്? മതിലുകൾ. മതിലുകൾ എന്ന് പറയുന്ന മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ പടമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാണ്. അതിലൊരു മതിലാണ് പ്രധാന കഥാപാത്രം. അതിൽ ഏത് രംഗത്താണ് നിങ്ങളുള്ളത്? അതിൽ വലിയൊരു മതിൽ. വലിയൊരു മതിൽ. ഒരു ഭാഗത്ത് മമ്മൂട്ടി, മറ്റേ ഭാഗത്ത് നിന്ന് മൂത്രമൊഴിക്കുന്നത് ആരാണ്? വലിയൊരു മതിലിന്റെ ഇപ്പുറം നിന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫ്രെയിമിൽ കാണുമോ? മൂത്രമൊഴിക്കുന്ന ഫ്രെയിമിൽ കാണണല്ലേ? അതല്ല, ഇതല്ലാതെ സിനിമയിൽ നിന്നെ കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിൽ വല്ല സിനിമയിൽ അഭിനയിച്ചു? സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കൂടെ 3 സിനിമയിലുണ്ട്. ഒളിമ്പ്യൻ, അന്തോണി, ആദം. ഇതിൽ ഞാനുണ്ട്. ഇതിൽ വലിയൊരു മോർച്ചറി. ഒരു മോർച്ചറി. മോഹൻലാൽ ഇങ്ങനെ കയറി വരുന്നു. പോലീസ് ഓഫീസറാണ് മോഹൻലാൽ. മോഹൻലാൽ ഇങ്ങനെ കയറി വരും. ഒരു 12 ശവപ്പെട്ടി വെച്ചില്ലേ? 12 ശവപ്പെട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ 11ാമത്തെ പെട്ടിയിൽ ആരാണ്? ഞാനാണ്. നീയാണ്? എങ്ങനെ മനസ്സിലാവും? ഞാനൊരു വിരല് പുറത്തേക്കിട്ട് ഇങ്ങനെ അനക്കി കാണിക്കുന്നുണ്ട്. അത് ശരിയാണ്. ശവപ്പെട്ടിന്റെ ഉള്ളിൽ കയറി കിടന്നിട്ട് ഒരു വിരല് പുറത്തേക്കിട്ടത് കൊണ്ട് നീയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഇതല്ലാതെ സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ സവിശേഷമായി വല്ല കഴിവുകളും തനിക്കുണ്ടോ? വേറെയോ? വേറെ ഞാൻ സിനിമയിൽ കൊടുക്കൂ. എന്ത് കൊടുക്കും? നടന്മാർക്ക് കാശ് കൊടുക്കും. അല്ല, നടന്മാർക്ക് വേറെ ആൾക്കാർ ബാക്കിൽ നിന്ന് കൊടുക്കില്ല. വസ്ത്രങ്ങൾ കൊടുക്കും. അതല്ല, ബാക്കിൽ അല്ലാന്ന് ബാക്കിൽ നിന്ന് കൊടുക്കില്ല. ഡബ്ലിങ്. ഡബ്ലിങ് കൊടുക്കൂല വേറെ ആൾക്കാർ. ഡബ്ലിംഗ് അല്ല, ശബ്ദം കൊടുക്കുന്ന പറയുന്ന പേരാണ് ഡബ്ബിംഗ്. അത് കൊടുക്കൂ. മനസ്സിലായി? അപ്പൊ താങ്കൾ ശബ്ദം കൊടുത്ത സൂപ്പർ ഹിറ്റായ ഒരു മലയാള സിനിമയുടെ പേര് പറയൂ. മലയാളം ഒന്നല്ല, തമിഴും അല്ല, തെലുങ്ക് അല്ല, ഹിന്ദി അല്ല, കന്നഡ. ഇതൊന്നല്ലാന്ന്. പിന്നെ ഇംഗ്ലീഷ്. ഇംഗ്ലീഷാണ് മെയിൻ. അവാർഡ് കിട്ടി. ഏത് പടത്തിന്? ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നിങ്ങളുടെ ശബ്ദം. ഞാനല്ലേ? ഏത് രംഗത്ത്? കപ്പൽ മുങ്ങിപ്പോണ സീനിൽ. അയ്യോ, അവസാനത്തെ വികാര നിർഭരമായ ആ സീനിൽ നിങ്ങളുടെ ശബ്ദം. ഞാനാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? ഒന്ന് പറയൂ. ഇംഗ്ലീഷാണ്. പറഞ്ഞോളൂ. കപ്പൽ മുങ്ങിപ്പോണ സീനാണ്. പറഞ്ഞോളൂ. ഇത് കപ്പൽ വെള്ളത്തിന് മുങ്ങുന്ന സൗണ്ടാണ്. ഇതിൽ ഇംഗ്ലീഷ് എവിടെ? ഇത് ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും കപ്പൽ വെള്ളത്തിൽ കഴിഞ്ഞാൽ കുളുക്കുളു കുളുക്കുളു. ഡബ്ബിംഗ് വേണ്ട. ഡബ്ബിംഗ് അല്ലാതെ വേറെ വല്ല കഴിവുണ്ടോ? വേറെയോ? കഥ. കഥ എഴുതും. നീ കഥ എഴുതും. ഒരു പുതിയ ബാലചന്ദ്ര മേനോനാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വന്നതാണ്. എന്റെ പുതിയ സിനിമയ്ക്ക് പറ്റിയ വ്യത്യസ്തമായ ഒരു കഥ പറയൂ. കഥ ഭയങ്കര സംഭവമാണ്. പറഞ്ഞോളൂ. വലിയൊരു കാട്. ആദ്യത്തെ സീൻ നോക്കട്ടെ. വലിയൊരു കാട്. ഇതിനകത്ത് ചെറിയൊരു വനം.
വലിയൊരു കാട്ടിൽ വനത്തിന് സംഭവം ഉണ്ട്. എന്ത് സംഭവം? വനത്തിലൊരു ഒറ്റ മരം. എടാ, ഒരുപാട് മരങ്ങൾ കൂടുമ്പോഴാണ് ഒരു വനം. ഇതൊരൊറ്റ മരേ ഉള്ളൂ. ഒറ്റ മരം, വലിയൊരു മരം. ഈ വനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മരത്തിന്റെ മുകളിൽ നിന്ന് വലിയൊരു വാലിങ്ങനെ താഴോട്ട് നീണ്ടു. പറയണമെന്നില്ല, മനസ്സിലായി. ഈ വനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മരത്തിന്റെ മുകളിൽ ഒരു വാലിങ്ങനെ നീണ്ടുവരും. അപകടത്തിൽ പെടുന്ന മാൻ, മുയൽ തുടങ്ങിയ ചെറുജീവികളൊക്കെ രക്ഷിക്കും. ഇതാരോ കോപ്പി അടിച്ച കഥ. ആരും കോപ്പി അടിച്ചല്ല, ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ വായിക്കുന്നതാണ്. പൂമ്പാറ്റയിലെ കബീഷല്ലോ. പൂമ്പാറ്റല്ലേ കബീഷ്? എന്റെ കഥയിൽ ഇത് ലിബീഷാണ്. ഇവിടെ പൂമ്പാറ്റയിലെയും ബാലരമയിലെയും കഥ കട്ടുകൊണ്ടുവരരുത്. സ്വന്തമായിട്ട് വല്ലതും വേണം. ഈ കഥ വേണ്ട, ഇത് ശരിയാവില്ല. വേറെ കഥ, വേറെ എന്റെ സ്വന്തം കഥ. അങ്ങനെ ഭയങ്കര സംഭവം. വലിയൊരു ഗ്രാമം. ഇതും വലുതാ. വലുത്. ചെറുതിന്റെ പരിപാടി ഇല്ല, കിടക്കട്ടെ. വലിയൊരു ഗ്രാമം. ഇതിനകത്ത് ചെറിയൊരു ജില്ല. വലിയൊരു ഗ്രാമത്തിലോ ഇവിടെ ഒരു പഞ്ചായത്തിലൊരു വാർഡ്. ഒരു പഞ്ചായത്തിലൊരു വാർഡ്. ഈ വാർഡിൽ 4 കൂടി ഒരു മുക്കവല. ഇങ്ങനെ പറയണ്ട, 4 കൂടിയാൽ 4 കവല. ഒരു റോഡ് താറിയതില്ല. പണ്ടാരടങ്ങാൻ പോട്ടെ, മുക്കവല. ഈ മുക്കവലയ്ക്ക് എടുത്ത് വലിയൊരു ചെറിയ ചെറ്റക്കുടിൽ. ഇങ്ങനെ പറയില്ല, ഇങ്ങനെ പറയില്ല. ഭാഷാ പ്രയോഗം ശ്രദ്ധിക്കൂ. വലിയൊരു ചെറിയ ചെറ്റക്കുടിലല്ല, ഒരു ചെറ്റ കുടിൽ. ഒരു ചെറ്റ കുടിൽ. ഈ കഥയുടെ മർമ്മഭാഗം. ഈ ചെറ്റക്കുടിലിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും സുഖമാരി ജീവിക്കുകയാണ്. പ്രായമായവരാ? അല്ല, രണ്ടാമത് +2 പഠിക്കുക. അതല്ല, ഈ അപ്പൂപ്പനും അമ്മൂമ്മയും എന്ന് പറയുമ്പോൾ കഥയിൽ ഒരു വ്യത്യസ്തത. അതുകൊണ്ട് ചോദിച്ചാ, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും സുഖമായി ജീവിക്കും. അവര് വീണ്ടും സുഖമാരി ജീവിക്കുന്നു. അവര് വീണ്ടും സുഖമായി ജീവിക്കും. അവര് പിന്നെയും സുഖമാരി ജീവിക്കുന്നു. അവര് പിന്നെയും സുഖമായി ജീവിക്കും. എന്നിട്ട് അവര് വീണ്ടും സുഖമാരി ജീവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ജീവിച്ചാ മതിയോ? പിന്നെ ഇങ്ങനെ ജീവിച്ചാ മതിയോടോ? ഒരു ജീവിക്കുന്ന നിങ്ങൾക്ക് എന്താ നഷ്ടമുണ്ടോ? അതുകൊണ്ടല്ല, കഥയിൽ ഒരു വഴിത്തിരിവ്. വഴിത്തിരിവുണ്ട്. റോട്ട് കൂടി നേരെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്നൊരു തിരിവാണ്. ഇവിടെ വീട്ടിലേക്കുള്ള തിരിവല്ല, പിന്നെ കഥയിൽ ദുഃഖം വേണം. ദുഃഖം പറയൂ. ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഈ അമ്മൂമ്മ മരിക്കുകയാണ്. ടെമ്പോ പോയി. ഞാൻ ഓട്ടോറിക്ഷയില വന്നത്. അതല്ല, കഥയുടെ ടെമ്പോ. എടോ, ഈ സിനിമ എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ പ്രേക്ഷകരധികം ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാര് തിയേറ്ററിലേക്ക് ഇരച്ചു കയറണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ സിനിമയിൽ ഇക്കിളിപ്പെടുത്തുന്ന ഒരു രംഗം വേണം. എന്ത്? ഒരു കുളിസീൻ. കുളിസീനുണ്ട്. ഈ അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ബന്ധുക്കളെല്ലാരും കൂടി അമ്മൂമ്മനെ കുളിപ്പിക്കാൻ ഒരു സീനുണ്ട്. ഇതുപോലത്തെ എണ്ണം കെട്ട കഥയായിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഇത് മാറ്റി എഴുതാ. ആണോ? മാറ്റി എഴുതണോ? ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട. നിനക്ക് കഥ അവിടെ നിൽക്കട്ടെ, അതും ശരിയാവില്ല. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളൊക്കെ പോയിട്ടുണ്ടോ? ഈ പോയ സമയത്ത് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വല്ല കഴിവുണ്ടോ? അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങനത്തെ ഒന്നുമില്ല. വളരെ ഡീസന്റ് ആണ്. എന്ത്? എൻസ് പാൻപരാഗൊക്കെ അല്ലേ? അതല്ല, എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വല്ല കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ല പാട്ടിനോ ഡാൻസിനോ ഒക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അയ്യോ, അതുണ്ട്. എന്തിനാണ്? മിൽക്രി. എന്ത് മിൽക്രി ഇല്ലേ? മനസ്സിലായില്ല. മിൽക്രിന്ന് എന്ത്? സിനിമയിലപ്പോ ജയറാം, ദിലീപ് ഇവരൊക്കെ മിൽക്രിന്ന് വന്നാണല്ലോ. അത് ശരി. അങ്ങനെയൊക്കെ പറയുമ്പോ വ്യക്തമായിട്ട് പറയണം. മിൽക്രി അല്ല, പിന്നെ മിമിക്രി. മനസ്സിലായോ? അക്ഷരസ്ഫുടത. അക്ഷരപുസ്തക ഇല്ല. എന്തില്ല? അക്ഷരപുസ്തക. അതില്ലെങ്കിലും വേണ്ട. ശരി, മിമിക്രിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രകൃതിയിലെ ശബ്ദങ്ങളാണോ അല്ലെങ്കിൽ സിനിമാ നടന്മാരാണോ? എന്താണ് നിങ്ങളുടെ? നടന്മാരാണ് മെയിൻ. നടന്മാരുടെ ശബ്ദം അനുകരിക്കും. ഏതൊക്കെ നടന്മാർ അനുകരിക്കും? ആദ്യമായി അവതരിപ്പിക്കുന്നത് ഗോപി. നിന്റെ കാര്യം ഗോപി അതല്ല, പിന്നെ നമ്മളെ ഗോപി ഇല്ലേ? ഏത് ഗോപി? മറ്റേ മനസ്സിലായില്ല. സുരേഷ് ഗോപി. ഓക്കെ, മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയെ നന്നായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത സിനിമയിൽ നിങ്ങൾ തന്നെ നായകൻ. സംശയമില്ല. റെഡി? ആസ്പെൻ. അത് വേണ്ടേ? എന്ത്? ആസ്പെൻ വേണ്ടേ? എന്താ അത്? അവിടെ പോയിട്ട് ആക്ഷൻ. ഓക്കെ, സുരേഷ് ഗോപി. പുല്ലേ. എന്താണോ? പെട്ടെന്ന് കോച്ച് പിടിച്ചു പോയി. ഡയലോഗ് പറയൂ. പുല്ലേ, എന്റെ അപ്പച്ചനെ കുത്തിമറത്തിയത് ഏത് മോനായാലും അവനെ കൊല്ലും ചാക്കോച്ചി. വെള്ളം മോന്തും ചാക്കോച്ചി. കുക്കു കുക്കു തീവണ്ടി, കൽക്കർ തിന്നും തീവണ്ടി, പൂജിപ്പായും തീവണ്ടി. ഇതെന്താ? നമ്മളെ നാട്ടിൽ ഇങ്ങനെ അവസ്മാരളി കഴിഞ്ഞാൽ താക്കോലെടുത്ത് കൈ കൊടുക്കും. അങ്ങനെയാണ്. സുരേഷ് ഗോപിന്റെ കയ്യിൽ എത്ര താക്കോല് വേണം? മിണ്ടരുത് നീ. സുരേഷ് ഗോപിയുടെ കയ്യിൽ താക്കോലോ? തീരെ ശരിയായിട്ടില്ല. വേറെ ആരാ? അടുത്തതായി മോഹനൻ. ആര്? മോഹനൻ. അങ്ങനെ ഒരു നടനുണ്ടോ? നരസിംഹത്തിലില്ലേ? മോഹൻലാൽ. മോഹൻലാലിനെ അടിപൊളിയാ. സത്യം. ഫിഗറുണ്ട്. ഓക്കെ, മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ. ഇതാണ് എപ്പോഴും പ്രശ്നം. എന്താണോ? അതല്ല, മോഹൻലാലിന്റെ ഏത് ഭാഗത്തെ ചെരിവ്? ചെരിച്ചു വെച്ചോണ്ട് അന്നപ്പം മുതൽ തുടങ്ങിയ സംശയം, ഒടുക്കത്തെ സംശയം. മോഹൻലാൽ കാണണ്ട പോലെ. സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഉസ്താദ് അലവലാത്തി ഖാൻ ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. നിന്റെ പോക്കറ്റിൽ 10 പൈസ ഇല്ലാന്ന് ഞാനൊന്ന്. നിന്റെ ദാരിദ്ര്യം പറയാനല്ലോ മോഹൻലാലിന്റെ ഡയലോഗ് പറ.
ഒടുവിൽ ഗുരുവിന്റെ വായിൽ ഒരു പിടി പൂയിമണ്ണ് വാരിയിട്ടെ യാത്ര തുടർന്നു. സപ്നോക്കി സിന്ദഗി കൃതം കൃതം ചാത്തി. സപ്നോക്കി സിന്ദഗി കൃതം കൃതം ചാത്തി. കുർദം കുർദം ജാതി എന്നല്ല. കുറെ നേരമായി മനുഷ്യനെ മെനക്കെടുത്താൻ തുടങ്ങിയിട്ട്. ഇവിടെ വളരെ തിരക്ക് പിടിച്ച ഒരു ഡയറക്ടറാണ്. എന്റെ സമയം വെറുതെ മെനക്കെടുത്തില്ല. അവസാനമായിട്ട് ഒരൊറ്റ ചാൻസ് കൂടി തരാം. നന്നായിട്ട് അവതരിപ്പിക്കണം. നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള, നിനക്ക് ഏറ്റവും ഭംഗിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു നടന്റെ പേര് പറയൂ. അത് കിട്ടിയിരുന്നെങ്കിൽ ഇതാക്കാമായിരുന്നു. അങ്ങനെ വരട്ടെ. നിന്റെ ഈ വസ്ത്രധാരണ രീതി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായ നടനാണ് ജയൻ. വെറുതെ പറയിപ്പിക്കരുത്. ഞാൻ ജയന്റെ ആധാരതനാണല്ലോ. ജയന്റെ ആധാരതൻ? എടാ, അത് പറയേണ്ടത് അങ്ങനെയല്ല. നീ ജയന്റെ ആധാരതൻ എന്ന് പറയരുത്. തെറ്റായ വാക്കുകൾ ഉച്ചരിക്കരുത്. നീ ജയന്റെ ആധാരം എഴുത്തുകാരനാണ്. തെറ്റിപ്പോയി. അവസാനത്തെ ചാൻസ്. ജയൻ ഇത് കലക്കും, യാതൊരു സംശയമില്ല. അടിപൊളി. ആക്ഷൻ കണ്ടാൽ തന്നെ ഇതാ കോരിത്തരിക്കുന്ന എനിക്ക്. അടിപൊളി. ആക്ഷൻ അടിപൊളി. 100 മാർക്ക്. വരട്ടെ. ഡയലോഗ് പറയൂ. ഡയലോഗ് പറയൂ. എടാ ജയന്റെ ഡയലോഗ് പറയടാ. എടാ ജയന്റെ ഡയലോഗ് പറയാൻ. ഒന്നുകിൽ ആക്ഷൻ അല്ലെങ്കിൽ ഡയലോഗ്, രണ്ടും കൂടി പറ്റത്തില്ല സാറേ. എന്നെ കത്തി കൊള്ളണേ. പതിവ് തെറ്റിക്കാതെ വീണ്ടും ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. സുഭദ്ര, എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? പറയാം. മാസപ്പിരിവുകാരും ആഴ്ചപ്പിരിവുകാരും സമയം തെറ്റാതെ എത്തുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണിന്ന്. മാസപ്പിരിവുകാരെ എങ്ങനെയും പറഞ്ഞു നിർത്താം. പക്ഷേ മലയാളം അറിയാത്ത അണ്ണാച്ചിമാരെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ബൈദവൈ, ഇന്നലെ പറമ്പിൽ നിന്നും തേങ്ങ വെട്ടിയല്ലേ? വെട്ടി. എത്ര ഉണ്ടായിരുന്നു? 502. മുഖത്തു നോക്കി സത്യം വിളിച്ചു പറയുന്ന മുത്തേവി. സത്യം 502. എന്നിട്ട് എവിടെ? 2 എണ്ണം നമുക്ക് തന്നു, ബാക്കി അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി. ഇന്നും മുള കരച്ചതോ? സുഭദ്രേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരൊന്നും പറയരുത്. കേൾക്കട്ടെ. ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അല്ല, വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിച്ചു. ആരാ വരൻ? ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. അതല്ല, വരൻ ആരാണെന്ന് അതൊക്കെ പിന്നെ പറയാം. വല്ലാത്ത വിശപ്പ്. നീ പോയി കഞ്ഞി എടുത്ത് വെക്ക്. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. പിന്നെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. അരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു ബന്ധത്തിന് എന്നെ നിർബന്ധിക്കരുത്. നമ്മളെ മോളെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മകൾക്ക് ചേരുന്ന പയ്യൻ എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ തിരുമുറ്റത്ത് വെച്ച് നല്ലൊരു പന്തലിട്ട് ഞാൻ ഈ കല്യാണം കൂടെ നടത്തും. സാധ്യമല്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ തിരുമുറ്റത്തൊരു പന്തൽ ഉയരാൻ സമ്മതിക്കില്ല. സുഭദ്ര, നമുക്ക് വല്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാം. അയ്യോ, രാഘവേട്ടൻ. വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു. അയ്യോ, അച്ഛനും രാഘവേട്ടനും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. നിന്റെ അച്ഛനെ കണ്ടപ്പോൾ എന്റെ കയ്യിൽ കരുതുന്ന കടാര ഞാൻ വലിച്ചോരി. രാഘവേട്ടാ, എന്നിട്ട് ഞാൻ ഒരു കടയുടെ പുറകിൽ പോയി ഒളിച്ചിരുന്നു. എന്റെ അച്ഛൻ പോയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. അതെ, ചേട്ടന്റെ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അങ്ങനെ അതിനൊരു തീരുമാനമായി. ഈശ്വര, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ശരിയാ, നിന്റെ പ്രാർത്ഥന ഫലിച്ചു. എന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. അതല്ല, ഇപ്പോൾ ഈ വരവിന്റെ ഉദ്ദേശം എന്താ? പറയാം. എന്റെ ശ്രീദേവി ഒന്ന് കാണാൻ. ചേട്ടന് എന്നെ അത്രയ്ക്ക് ഇഷ്ടാണ്. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ ചേട്ടനിൽ നിന്നുള്ള പിച്ച മാന്തോ ചേട്ടനെ കാണാൻ എന്ത് സുന്ദരനായിട്ടാ.
രാഘവേട്ട, ശ്രീദേവി വേണ്ട രാഘവേട്ട, ആരെങ്കിലും കാണും പ്ലീസ്. അമ്മ അകത്തുണ്ട്. രാഘവേട്ട വേണ്ട. ചെറിയ ചേട്ടാ വേണ്ട ചേട്ടാ, ചേട്ടാ അമ്മ കാണും. വേണ്ട. രാഘവ, നല്ല ചീത്തപ്പേരുള്ള കുടുംബമായത്. ആരെങ്കിലും കണ്ടാൽ മേലാൽ ഈ ഭൂമുഖത്ത് വെച്ച് ഇത് ആവർത്തിക്കരുത്. അമ്മേ, അകത്ത് റൂമുള്ള കാര്യം എന്റെ മോൾ മറക്കേണ്ട. രാഘവ, നീ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയില്ലേ? ഓ, ഒരു ദിവസം ക്ലാസ് എടുത്തില്ലെന്നും പറഞ്ഞ് മാനൊന്നും ഒടിഞ്ഞു വീഴത്തില്ലല്ലോ. അതുകൊണ്ടല്ല, നീ ചെന്ന് ഗ്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ വൈകുന്നേരം ചില്ലറ ചിലവിനുള്ള കാശ് കിട്ടൂ. അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, അമ്മാച്ചനാണെന്ന് തോന്നുന്നു. അമ്മാച്ചനോ? അല്ല, അമ്മ അച്ഛനാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഞാനും കരുതിക്കുട്ടി തന്നെയാ വന്നിരിക്കുന്നത്. രണ്ടിലൊന്ന് എനിക്കൊന്ന് അറിയാം. എവിടെ പോന്നു? കതക് തുറക്കാൻ. കഥകിപ്പോ തുറക്കണ്ട. കാരണം ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം പറഞ്ഞതാ തള്ളേ. സുഭദ്രേ, സത്യം മാത്രമേ പറയാവൂ. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും എന്നിൽ നിന്നും മറച്ചു വെക്കാൻ ശ്രമിക്കണ്ട. പറയടി. എന്റെ പാക്കറ്റിൽ കിടന്ന് കാശെടുത്തോ? അയ്യോ, എന്തു പറ്റി മോളെ? നമ്മുടെ മകൾ. സുഭദ്രേ, പേടിക്കുവാൻ വേണ്ടി ഒന്നുമില്ല. വായുവിന്റെയാ. അല്ല ചാ, രാഘവന്റെയാ. അതെ അച്ഛാ, എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരു അച്ഛന്റെ തല വളരുന്നു. മോളെ, നീ അമ്മയെ കടത്തി വെട്ടി അല്ലടി? സുഭദ്രേ, ഇവളെയും വിളിച്ചോണ്ട് കയറി പോടിയകത്ത്. പോയില്ലെങ്കിൽ തൃപ്തിയായി. അമ്മാവാ, തൊട്ടുപോകരുത്. തൊട്ടാൽ തട്ടും. തൊട്ടു. തലയിൽ വെച്ചാൽ മണ്ണ് പറ്റും, തലയിൽ വെച്ചാൽ എണ്ണ പറ്റും, കോളേജിൽ വിട്ടായി ലൈൻ അടിക്കും എന്ന് കരുതി വളർത്തിയതാ. അതിനെന്താ ഇപ്പൊ പറ്റേണ്ടത്? പറ്റേണ്ടടുത്ത് തന്നെ പറ്റി. രാഘവ, ഈ വരുന്ന കന്യമാസത്തിൽ നീ ഇവിടെ കഴുത്തിൽ താലി കെട്ടണം. സാധ്യമല്ല. എന്തുകൊണ്ട്? അത്രയും നീട്ടിപ്പോകണോ? ചിങ്ങത്തിലാകരുതോ? പക്ഷെ ഒരു കണ്ടീഷൻ. ഈ നിമിഷം നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം. സുഭദ്രേ, എടുക്കാനുള്ളതെല്ലാം എടുത്തുകൊള്ളൂ. ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിൽക്കണ്ട. മോനെ, ഇത് പിടിക്ക്. എന്താ ഇത്? മാസപ്പിരിവുകാരുടെയും ആഴ്ചയിൽ പിരിക്കാൻ വരുന്ന അണ്ണാച്ചിമാരുടെയും കാർഡ്. പറ്റുമെങ്കിൽ നീ ഇത് അടച്ചു തീർക്കണം. ഇതുകൂടി പിടിക്ക്. എന്താ ഇത്? ഈ വീടിന്റെ താക്കോൽ. എനിക്കിപ്പോഴാണ് അമ്മാവാ തൃപ്തിയായത്. എനിക്കിപ്പോഴാ തൃപ്തിയായത്. ഇനി എന്റെ മരുമോൻ വേണം ഈ വീടിന്റെ മാസാമാസമുള്ള വാടക കൊടുക്കാൻ. തൃപ്തിയായില്ലേ? ഞങ്ങൾ ഇറങ്ങുന്നു. മോനെ, മറ്റൊരു സത്യാവസ്ഥ കൂടി നീ അറിയണം. എന്തു സത്യം? ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ പിരിവിന് വരുന്ന അണ്ണാച്ചിമാർക്ക് കൊടുത്തേക്കണം. കടവുളെ കാപ്പാത്തിണ്ടോ? അയ്യോ, രാജുവേട്ടൻ. രാധേ, അതിമനോഹരമായിരിക്കുന്നു നിന്റെ ഈ ബ്രേക്ക് ഡാൻസ്. രാജുവേട്ട, ഇത് ബ്രേക്ക് ഡാൻസ് അല്ല, ക്ലാസിക്കൽ നൃത്തമാണ്. അതൊക്കെ എനിക്കറിയാം. എന്നും ഈ നൃത്ത പരിപാടിയുമായിട്ട് നടന്നാൽ മതിയോ? എന്നും നൃത്ത പരിപാടിയില്ല, ശനി ഞായർ മാത്രമേ ഉള്ളൂ. അപ്പോ ബാക്കിയുള്ള ദിവസങ്ങളിൽ പക്ഷെ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലല്ലോ. നീ കുളിയും അലക്കും ഒരു പണിയും ചെയ്യാണ്ട് എന്നെയും ഓർത്തിരിക്കലാണെന്നാണല്ലോ ഞാൻ കേട്ടത്. സത്യമാണോ? നേരം പുലരും നേരത്ത് ആറ്റിൻകരയോരത്ത് അലക്കും കുളിയും
കാണാൻ എന്തു ശൈല കരയുമ്പോൾ ഉള്ളിനുള്ളിൽ സിനിമ പിന്നെ പാട്ടും കൂത്തും നേരം പുലരും നേരം പുലരും നേരത്ത് ആറ്റിൻ കരയോരത്ത് അലക്കും കുളിയും പതിവാ. അപ്പോ എന്നെ കുറിച്ച് ഓർക്കാൻ നിനക്ക് തീരെ സമയമില്ലല്ലേ? അവിടുന്ന് വിഷമിക്കരുത്. ഇവിടുന്ന് വിഷമിക്കരുത്. അവിടുന്ന് വിഷമിക്കരുത്, ഇവിടുന്ന് വിഷമിക്കരുത്. പിന്നെ ഞാൻ എവിടെ നിന്ന് വിഷമിക്കുവാടി? രാജുവേട്ടാ, ചേട്ടന് ഓർമ്മയുണ്ടോ നമ്മുടെ പ്രേമം തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന്? അത് പിന്നെ ചിങ്ങം കന്നി ജൂണെന്ന് തുടങ്ങുമ്പോൾ സ്കൂളിൽ നീ പോകുമ്പോൾ പിന്നാലെ ഞാൻ വന്നതല്ലടിയേ. വീട്ടിൽ പൊട്ടിയ നേരത്തും 10ൽ തോറ്റൊരു കാലത്തും അന്നും നിന്റെ പിന്നാലെ വന്നു. നട്ടപ്പാതിര നേരത്ത് വീട്ടിൽ കേറി വന്നപ്പോൾ ചെരുപ്പൂരിട്ടടിച്ചോളല്ലേ നീ എന്നെ, ചെരുപ്പൂരിട്ടടിച്ചോളല്ലേ. പുരുഷന്മാരുടെ കാര്യം ഇങ്ങനെയാ. അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്നോട് എന്തു ചോദിക്കാനും ചേട്ടന് അധികാരം ഉണ്ടല്ലോ. വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനും ചോദിക്കാൻ പാടില്ലാത്തതാണ് നിന്നോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അയ്യോ ചേട്ടാ, അത് പിന്നെ ആരുമില്ല, ഇത് തന്നെ പറ്റിയ സന്ദർഭം. വേണ്ട, ഞാൻ ചോദിക്കട്ടെ? വേണ്ട ചേട്ടാ. ചോദിക്കട്ടെ? പറ്റില്ല, ഞാൻ ചോദിക്കാൻ പോവാ. അയ്യോ, ഒരു 2 രൂപ തരുമോ? രാധേ, അയ്യോ അച്ഛൻ. രാധേ, ആരാണ് ഇയാൾ? അച്ഛാ, ഞാൻ പറയാറില്ലേ, രാജുവേട്ടൻ. ഓ രാജു. ഓ രാജു ഒന്നുമല്ല, പി രാജു. ഓ രാജു ആയാലും വേണ്ടില്ല, ഈ രാജു ആയാലും വേണ്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാണ്. അച്ഛാ, എനിക്കിപ്പം കല്യാണം വേണ്ട അച്ഛാ. അതെന്താ മോളെ? എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് മതി അച്ഛാ കല്യാണം. എന്റെ മകളായത് കൊണ്ട് പറയല്ല, ഇവള് പാവാടാ. പാവാടിയോ? അല്ല, മുണ്ടും നേരിയതും. നിന്റെ അമ്മയുടെ അല്ല, നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത്. ഈ അച്ഛനെങ്കിലും അതിനുള്ള ഭാഗ്യം കിട്ടുമോ മോളെ? അതൊക്കെ പോട്ടെ, എന്നാ ഞാനും പോട്ടെ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. എന്റെ മരുമകനാകാൻ പോകുന്ന ഇവന്റെ തൊഴിലെന്താണെന്ന് എന്റെ മോളെന്നോട് പറഞ്ഞില്ല. അത് പിന്നെ രാജുവേട്ടന് പറഞ്ഞോളൂ. രാജുവേട്ടൻ, ഞാൻ പറയട്ടെ രാജുവേട്ടാ, രാജുവേട്ടന് അമ്മവാ, ഞാൻ പറയാം. ഒരുപാട് ചിട്ടി അന്ന് തുടങ്ങി, വൈകിട്ടായാൽ പിരി വന്ന് തുടങ്ങും. അമ്മാവാ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരുപാട് ചിട്ടി അന്ന് തുടങ്ങി, വൈകിട്ടായാൽ പിരി വന്ന് തുടങ്ങും. കിട്ടി തുടങ്ങിയ പണമെല്ലാം തുളച്ച് സൂട്ടും കോട്ട് പണിഞ്ഞ് കൊള്ളാട്ടോ. കിട്ടി തുടങ്ങിയ പണമെല്ലാം തുളച്ച് സൂട്ടും കോട്ട് പണിഞ്ഞ് പിന്നെ ഒരു ബാറും സൂപ്പർ കാറും അന്ന് മാറി ലൈഫിൻ സ്റ്റൈലും ചിട്ടി പിരിച്ച പണമെടുത്ത് ആകെ ദൂത്തടിച്ചു. അന്ന് തുടങ്ങി കഷ്ടപ്പാട് എന്നെ ഇന്നീ കോലത്തിലാക്കി. അന്ന് തൊട്ട് ഞാൻ തെരുവിലേക്കിറങ്ങി. എന്റെ മകളെ കേട്ടാ നിനക്ക് തന്നെയാണ് പിച്ചക്കാരന. ഏത് ഏത് ജോലി ആയാലും 10 പേർ കൂടുന്നിടത്ത് വിളിച്ചു പറയാൻ എനിക്കൊരു ജോലിയില്ലേ? അതുകൊണ്ട് ഇവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. അച്ഛന് സന്തോഷമായി മോളെ, സന്തോഷമായി. ഇനി ജാതകം കണിയാനെ വിളിച്ച് നിന്റെ മോദകം ഒന്ന് കാണിക്കണം. മോദകമോ? അല്ല, മോഹനം കണിയാനെ വിളിച്ച് നിന്റെ ജാതകം ഒന്ന് കാണിക്കണം. എന്റെ മോളുടെ നാള് മൂലമാണ്.
നിന്റെ നാളോ? എന്റെ മൂലവും നാളാ. എന്റെ നാളും മൂലമാ. ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്തണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ഉണ്ണിയപ്പൻ പുറത്തു വന്നു. അല്ല, ഉണ്ണിയപ്പൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു. ഞാൻ നാളെ വന്നു. അമ്മാവ, വർഷങ്ങൾക്ക് മുമ്പ് അമ്മാവൻ എനിക്ക് തന്നൊരു വാക്കുണ്ട്. അത് മാറ്റാൻ മാത്രം സൂര്യൻ കിഴക്കൊന്നും ഉദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. നീ എന്നോട് തന്നെ ഇത് പറയണം. കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാ. അതെന്തിനാ? അടി എപ്പോഴാ കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ. എനിക്ക് സഹിക്കണില്ല. സൈക്കിളില്ലാന്നോ? സൈക്കിളല്ല, സഹിക്കണില്ല എന്നാ പറഞ്ഞേ. ജോലിയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ മാത്രം എനിക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത്? എന്നാൽ ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന നിന്നോട് ഞാനൊരു സത്യം പറയാം. ഇവൾ ഇയാളുടെ മകളല്ല. മാന്യമായി ജീവിക്കുന്നവരെ ഇത്തരത്തിൽ അവഹേളിച്ചാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് അറിയില്ല. എനിക്കറിയാം. മോഹങ്ങളും സ്വപ്നങ്ങളും തന്ന് എന്റെ കുടുംബസ്വത്ത് മുഴുവൻ കൈക്കലാക്കിയ നിങ്ങളെയും വേണ്ടി വന്ന നിങ്ങളെ മൂന്നിനെയും ഞാൻ കൊല്ലും. ഇത് സത്യം, സത്യം, സത്യം. കൊന്നേ ആരെയാടാ കൊന്നത്? എന്തിനാടാ ഭാവി കൊന്നത്? എന്തിനാണോ നീ മഹാഭാവം ചെയ്തത്? കൊന്നെന്നോ? ആരെ കൊന്നെന്ന്? നാളെ വിഷുവല്ലേ? കണി കൊന്നേ.